Good morning to all. Edge for Advanced Studies in BEGS 183 Writing and Study Skills in ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ബ്ലോക്ക് 3ലെ യൂണിറ്റ് 4 ആണ്. നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ തന്നെ ലാസ്റ്റ് യൂണിറ്റ് ആണ് ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു യൂണിറ്റിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് മേക്കിംഗ് ഇഫക്റ്റീവ് സമ്മറീസ് എന്നാണ്. നമുക്കറിയാം, നമ്മൾ ഒരുപാട് സമ്മറൈസ്ഡ് വേർഷൻ പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. ചിലപ്പോൾ നമ്മൾ അറിയാതെ, നമുക്കറിയില്ല അതൊരു സമ്മറൈസ്ഡ് വേർഷൻ ആണെന്ന്, പക്ഷെ എന്നാൽ പോലും നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് സമ്മറൈസ്ഡ് വേർഷൻസ് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ്? ഇപ്പോൾ ഇന്ന് നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ ഒരു കാഴ്ച കണ്ടു. ഇത് നമ്മൾ പിറ്റേ ദിവസം ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ പോയിട്ട്, അല്ലെങ്കിൽ പിറ്റേ ദിവസം നമ്മുടെ ക്ലാസ്സിൽ പോയിട്ട് നമ്മുടെ ഫ്രണ്ട്സിനോട് നമ്മൾ എന്ത് ചെയ്യും? ഷെയർ ചെയ്യും അല്ലെ? ആ ഒരു ഇൻസിഡൻറ്റ് അതുപോലെ തന്നെ പറയൂ? ഇല്ല, അതിൻ്റെ ഒരു സമ്മറൈസ്ഡ് വേർഷൻ ആയിരിക്കും നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോട് പറയുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ എന്താണ്, ഒരു സിനിമ കണ്ടു. ഈ സിനിമ കണ്ടതിനെയും നമ്മൾ എന്ത് ചെയ്യും? സമ്മറൈസ് ചെയ്ത് അതിൻ്റെ ഒരു ഷോർട്ട് വേർഷൻ കുട്ടികളോട് പറയും. സോ ഇങ്ങനെ നമ്മൾ പല രീതിയിൽ എന്താണ്, സമ്മറൈസ്ഡ് വേർഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ടൈറ്റിൽ എന്താ? റൈറ്റിംഗ് ആൻഡ് സ്റ്റഡി സ്കിൽസ് ആണ്. അപ്പോൾ എന്താണ് ഈ സ്റ്റഡി സ്കിൽസിൽ ഈ സമ്മറൈസ്ഡ് വേർഷന് എന്താണ് ഇത്ര വലിയ പ്രാധാന്യമെന്ന് നമ്മൾ ആദ്യം അറിയണം. നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ പറഞ്ഞു നമുക്ക് എന്താണ് സ്റ്റോറേജ് സ്കിൽ ആവശ്യമാണ്, റിട്രീവിങ് സ്കില്ലൊക്കെ ആവശ്യമാണെന്ന് പറഞ്ഞു. എന്തിനാണ്? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്ന ആൾക്കാരാണ്. അപ്പം നമ്മുടെ മെമ്മറി എപ്പോഴും കറക്റ്റായിട്ട് വർക്ക് ചെയ്ത് തരണം എന്നില്ല അല്ലേ? ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു 2 വർഷം മുമ്പ് വായിച്ച കാര്യം ഇപ്പോൾ ഓർത്തെടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മളിത് ഓർത്തെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് സമ്മറൈസ്ഡ് വേർഷൻസ്. ഇനി ഇത് കൂടാതെ നമ്മുടെ അക്കാഡമിക് ലൈഫിൽ നമ്മൾ ഒരുപാട് എക്സാംസ് അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ ഓരോ എക്സാമുകളിൽ നമുക്ക് ചോദ്യം വരാം അല്ലേ? പല രീതിയിലുള്ള എക്സാമുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും എന്താണ്, റൈറ്റ് എ സമ്മറി ഓഫ് ദിസ് പോം അല്ലെ? ചില കവിതകൾ തന്നിട്ട് അതിൻ്റെ സമ്മറി എഴുതാൻ പറഞ്ഞിട്ടുണ്ടാവും. സോ ഇതൊക്കെ എന്ന് വെച്ചാൽ ഓൾ ദ ഏരിയാസ്, നമ്മളിപ്പോൾ വർക്കിംഗ് ഏരിയയിലാണെങ്കിലും അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും നമ്മൾ പല മീറ്റിംഗ്സും കോൺഫറൻസും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. അതിൽ നിന്ന് കുറേ ഇൻഫോർമേഷൻസ് കിട്ടിയിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മളൊരു സമ്മറൈസ്ഡ് രൂപത്തിൽ എഴുതി വെക്കാതെ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുമോ? ഇല്ല. സോ ദാറ്റ്സ് വൈ സമ്മറീസ് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആവുന്നത്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു മേക്ക് ഇഫക്റ്റീവ് സമ്മറീസ് അല്ലേ? ഇപ്പോൾ നമ്മൾ വായിച്ച എല്ലാ കാര്യങ്ങളും എഴുതി വെക്കാൻ പറ്റുമോ? ഇല്ല. ഇഫക്റ്റീവായ ഒരു സമ്മറി തന്നെ നമ്മൾ എഴുതണം. അതിനെന്ത് വേണം? ആവശ്യമുള്ള പോയിന്റ്സ് മാത്രം എടുത്ത് സമ്മറൈസ് ചെയ്ത് വെക്കണം അല്ലേ? സമ്മറീസ് എഴുതി ഉണ്ടാക്കണം. സോ അതിനു വേണ്ടി നമുക്ക് കുറച്ച് സ്കിൽസ് ആവശ്യമാണ്. വി നീഡ് സം സ്കിൽ. അത് ആ കറക്റ്റായിട്ട് ഓർഡർ ചെയ്ത് എന്താണ് എഴുതാൻ കുറച്ച് സ്കിൽസ് ഉണ്ട്, ഒരു ചെറിയ ടെക്നിക്കുണ്ട്. അതെന്താണെന്നാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. സോ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ആ സ്കിൽസ് ആണ് പഠിക്കാൻ പോകുന്നത്. ആ ഒരു ടെക്നിക്ക് എങ്ങനെയാണ് ആ ഒരു ഓരോ പോയിന്റ്സ്, ഏതൊക്കെ പോയിന്റ്സ് ആണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് മനസ്സിലാക്കി എഴുതാൻ പറ്റുന്നത്, എങ്ങനെയാണത് എഴുതുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഗോട്ട് ഇറ്റ്? അപ്പോൾ എന്താണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്? ഒരു നല്ല ഇഫക്റ്റീവ് സമ്മറി ഉണ്ടാക്കാനുള്ള ടെക്നിക്കുകൾ, ഐഡിയാസ് ആണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഗോട്ട് ഇറ്റ്? ഓക്കെ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ടത്, ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കേണ്ടത് 3 കാര്യങ്ങളാണ്. വാട്ട് ഈസ് പാരാഫ്രേസിങ്, വാട്ട് ഈസ് എ പ്രിസി ആൻഡ് വാട്ട് ഈസ് സമ്മറി. ഈ 3 ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യാൻ കേപ്പബിൾ ഉള്ളവളായിരിക്കണം, അല്ലെങ്കിൽ ഉള്ളവരായിരിക്കണം. അപ്പോൾ എന്താണ് പാരാഫ്രേസിങ്? എന്താണ് പാരാഫ്രേസിങ്? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നിങ്ങളുടെ ടീച്ചേഴ്സ് പറയുന്നത്, ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതൊന്ന് പാരാഫ്രേസ് ചെയ്യടാന്ന്. പക്ഷെ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? പാരാഫ്രേസിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് തന്ന പാസേജിൻ്റെ മീനിങ് കളയാതെ, എന്ന് വെച്ചാൽ ആ ഒറിജിനൽ മീനിങ്ങോട് കൂടി ആ സെൻറ്റൻസിനെ മറ്റൊരു വേർഷനാക്കി മാറ്റുക. ഐ മീൻ മറ്റുള്ള വേർഡ്സൊക്കെ യൂസ് ചെയ്തിട്ട് സെയിം സെൻറ്റൻസിനെ മാറ്റി എഴുതുന്നതിനെയാണ് പാരാഫ്രേസിങ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒറിജിനൽ മീനിങ് കളയാതെ ഡിഫറെൻറ്റ് വേർഡ്സ് ഉപയോഗിച്ച് ആ ഒരു സെൻറ്റൻസിനെ മാറ്റി എഴുതുന്നതിനെയാണ് പാരാഫ്രേസിങ് എന്ന് പറയുന്നത്. പാരാഫ്രേസിങ് കൂടുതലും നമ്മുടെ സ്വന്തം വേർഡ്സിലാണ് നമ്മൾ എഴുതുക. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ വളരെ കട്ടിയുള്ള, വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് വായിക്കുകയാണ്. കുറേ ന്യൂ വേർഡ്സ് അതിലുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ള വാക്കുകളാണ്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ നിങ്ങളുടേതായ ഒരു വേർഷൻ എഴുതും, മീനിങ് കളയാതെ എന്നും ഓർത്തെടുക്കാൻ വേണ്ടി. അങ്ങനെയുള്ളതിനെയാണ് പാരാഫ്രേസിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ ചെറുതായിരിക്കും, ഷോർട്ടായിരിക്കും, അതുപോലെ തന്നെ ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആയിരിക്കും. കാരണം സിമ്പിൾ വേർഡ്സിൽ, നിങ്ങളുടെ വേർഡ്സിലാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? പാരാഫ്രേസ്
ചെയ്യുന്നത്. ഗോട്ട് ഇറ്റ്? സോ ദാറ്റ് ഈസ് പാരാഫ്രേസിങ്. നൗ വാട്ട് ഈസ് എ പ്രസി? എന്താണ് പ്രസി? നിങ്ങൾ ഇതിൻ്റെ സ്പെല്ലിങ് ശ്രദ്ധിച്ചോ? PRECIS എന്നാണ് സ്പെല്ലിങ്. ഈ എസ് ഇവിടെ സൈലൻ്റ് ആണ്. ഇതിനെ പ്രസി എന്നാണ് വിളിക്കുന്നത്. പ്രൊനൗൺസിയേഷൻ പ്രസി എന്നാണ്. നോട്ട് പ്രസീസ് ഓർ പ്രിസൈസ് ഒന്നുമല്ല, ഇറ്റ്സ് പ്രസി. ദെൻ ഈ പ്രസി എന്ന് പറയുന്നത് പ്രിസൈസ് എന്ന് പറഞ്ഞ വാക്കിൽ നിന്ന് ഡിറൈവ് ചെയ്തു വന്നൊരു വാക്കാണ്. ഓക്കെ, പ്രിസൈസ് എന്ന് പറഞ്ഞ വാക്കിൽ നിന്ന് ഡിറൈവ് ചെയ്തു വന്നൊരു വാക്കാണ്. ഈ പ്രസിയുടെ അർത്ഥം എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്? എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു പാസേജ് തന്നിട്ടുണ്ടാവും. അതിൻ്റെ 2/3 ആക്കി മാറ്റാം. എന്നുവെച്ചാൽ ആ ഒരു പാസേജിനെ ഇപ്പോൾ അതിൻ്റെ 2/3 ഭാഗമാക്കിയിട്ട് ചെറുതാക്കുക. ഗോട്ട് ഇറ്റ്? അതാണ് പ്രസി. ഏറ്റവും ചെറുതാക്കുക, ഷോർട്ട് വേർഷൻ ആക്കുക. പക്ഷെ അതിലുള്ള ഇൻഫോർമേഷൻ എല്ലാം അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കണം. പക്ഷെ അതിൻ്റെ ഷോർട്ട് വേർഷനാണ് പ്രസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പല എക്സാമ്പിളും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. റൈറ്റ് എ പ്രസി ഓഫ് ദിസ് പാരാഗ്രാഫ് എന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടാവും. സോ അതാണ് പ്രസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വാട്ട് ഈസ് എ സമ്മറി? അപ്പം നമുക്ക് എന്താണ് ഉദ്ദേശം? മേക്കിംഗ് എ ഇഫക്റ്റീവ് സമ്മറിയാണ്. അപ്പോൾ ആ സമ്മറി എന്താണെന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. ഒറിജിനൽ ടെക്സ്റ്റിൻ്റെ വളരെ ഒരു ഷോർട്ട് വേർഷനാണ് സമ്മറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ആ ടെക്സ്റ്റിലെ മെയിൻ ഐഡിയ ഫുള്ള് നമ്മുടെ ഈ ഷോർട്ട് വേർഷനിൽ ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ ഓൺ വേർഡ്സിലെ സപ്പോർട്ടിംഗ് പോയിൻറ്റ്സ് നമ്മൾ അതിലെഴുതി വെക്കും. ഇനി ഈ ഒരു സമ്മറി ഉണ്ടാക്കാൻ പാരാഫ്രേസിങ് എബിലിറ്റിയും പ്രസി എന്ന് പറഞ്ഞാൽ ആ ഒരു ഷോർട്ട് വേർഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള എബിലിറ്റിയും വേണം. ദാറ്റ്സ് വൈ വി സ്റ്റഡീഡ് ദീസ് 2 ടോപ്പിക് ഫസ്റ്റ്. ഓക്കെ, നമ്മൾ അതുകൊണ്ടാണ് പാരാഫ്രേസിങ് പ്രസി എന്താണെന്ന് നമ്മൾ പഠിച്ചത്. ഈ പാരാഫ്രേസ് ചെയ്യാനുള്ള കഴിവ്, അതുപോലെ തന്നെ പ്രസി എഴുതാനുള്ള കഴിവ് നമുക്കുണ്ടെങ്കിൽ മാത്രമാണ് സമ്മറി ഉണ്ടാക്കാനുള്ള കഴിവും നമുക്കുണ്ടാവുകയുള്ളൂ. സോ ദാറ്റ് ഈസ് സമ്മറി. ഇനി ഒരു സമ്മറി ഉണ്ടാക്കാനുള്ള ടെക്നിക്സുകളാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെക്നിക്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ആണ് ആർട്ട് ഓഫ് കണ്ടൻസേഷൻ. കണ്ടൻസേഷൻ്റെ മീനിങ് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് കണ്ടൻസേഷൻ? ചുരുക്കുക. ആ ഒരു ചുരുക്കം എന്ന് പറയുന്നത് ഒരു കലയാണെന്നാണ് പറയുന്നത്. ആർട്ട് ഓഫ് കണ്ടൻസേഷൻ. അപ്പോൾ അതെങ്ങനെയാണ് ചുരുക്കി എഴുതുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ എലിമിനേറ്റ് അൺനെസസറി വേർഡ്സ് ആൻഡ് ഫ്രേസസ്. ആവശ്യമില്ലാത്ത വാക്കുകളും ഫ്രേസുകളും എലിമിനേറ്റ് ചെയ്ത് എടുത്ത് കളയുക. അതെങ്ങനെയാ? ഒരു ടെസ്റ്റിൽ എല്ലാം ആവശ്യമുള്ളതല്ലേ? അതല്ല ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം. നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ പേജ് നമ്പർ 56 കാണാം, ലാസ്റ്റ് കാണാം. കംപ്ലീറ്റിംഗ് ദ പ്രൊജക്ട് പ്രപ്പോസൽ ബൈ ജൂൺ 10 ഈസ് എൻ ഇമ്പോസിബിലിറ്റി വിത്തൗട്ട് സം കൈൻഡ് ഓഫ് എക്സ്ട്രാ ഹെൽപ്പ്. ഇവിടെ സം കൈൻഡ് ഓഫ് എന്നുള്ള വാക്കിൻ്റെ ആവശ്യമുണ്ടോ? ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ജൂൺ 10 കൂടി ആ പ്രൊജക്റ്റ് പ്രപ്പോസൽ ഫിനിഷ് ചെയ്യുന്നത് ഒരു ഹെൽപ്പില്ലാതെ എളുപ്പമല്ല, അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ സം കൈൻഡ് ഓഫ് എക്സ്ട്രാ ഹെൽപ്പ് എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ആ സം കൈൻഡ് അങ്ങ് എടുത്തു കളയാം അല്ലേ? ആ സം കൈൻഡിനെ എടുത്തു കളഞ്ഞിട്ട് കംപ്ലീറ്റിംഗ് ദ പ്രൊജക്ട് പ്രപ്പോസൽ ബൈ ജൂൺ 10 ഈസ് എൻ ഇമ്പോസിബിലിറ്റി വിത്തൗട്ട് എക്സ്ട്രാ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ പോരെ. സോ സം കൈൻഡ് എടുത്തു കളയാം. സോ ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത ഫ്രേസസും വേർഡ്സും നമുക്ക് എടുത്തു കളയാൻ സാധിക്കും. അപ്പോൾ നിങ്ങളൊരു വലിയ ടെക്സ്റ്റ് വായിക്കുമ്പോൾ ആ ഒരു സെൻറ്റൻസ് വായിച്ചിട്ട് അതിൽ ഇപ്പോൾ ഈ വേർഡ് ഇല്ലെങ്കിലും അതിനിങ്ങോട്ട് എടുത്ത് മാറ്റിയാലും ആ വേർഡിൻ്റെ മീനിങ് അവിടെ ഇല്ലെങ്കിലും ആ സെൻറ്റൻസ് പൂർണ്ണമാവുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് ആ ഒരു ആവശ്യമില്ലാത്ത വേർഡ്സിന് അങ്ങ് എടുത്ത് കളയുക. ഗോട്ട് ഇറ്റ്? നൗ സെക്കൻഡ് ടെക്നിക്ക് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് സ്റ്റെപ്പായിട്ട് എന്ത് പറയാം? കൺവേർട്ട് ഫ്രേസസ് ഇൻ ടു സിംഗിൾ വേർഡ്സ്. ഇപ്പം നിങ്ങൾ വായിക്കുമ്പോൾ ഒരു വലിയ ഫ്രേസൊക്കെ കാണാം. ഈ വലിയ ഫ്രേസസിനെ നിങ്ങൾക്ക് എന്താക്കി മാറ്റാം? സിംഗിൾ വേർഡാക്കി മാറ്റാം. പേജ് നമ്പർ 57 അതിൻ്റെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഏകദേശം ഒരു 3rd പാരഗ്രാഫായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്ന് നോക്കാം. ഹീ ഈസ് നെവർ ലേറ്റ് ആൻഡ് ഈസ് ഓൾവേസ് ഓൺ ടൈം. ആ ഒരു സെൻറ്റൻസ് വായിച്ചാൽ അതിനർത്ഥം എന്താ?
ആൾ അധികം ലേറ്റ് ആവാറില്ല, കറക്റ്റ് ടൈമിൽ തന്നെ എത്താറുണ്ട്. അതിനൊരു സിംഗിൾ വേർഡ് നമുക്കുണ്ട്, എന്താണ്? കൃത്യനിഷ്ഠ. അദ്ദേഹം ഒരു കൃത്യനിഷ്ഠയുള്ള വ്യക്തിയാണ് എന്നാണ് ആ ഒരു സെൻറ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെന്താണ് സിംഗിൾ വേർഡ്? ഹി ഈസ് പങ്ക്ച്വൽ, അല്ലേ? പങ്ക്ച്വൽ എന്ന് പറഞ്ഞാൽ മതി, അതിന് ഇത്രയും വലിയ ഫ്രേസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എന്താണ്, നമുക്ക് ആ ഒരു വാക്ക് മാറ്റി അല്ലെങ്കിൽ ആ ഒരു ഫ്രേസിനെ എടുത്ത് മാറ്റി അവിടെ ഒരു വേർഡ് ചേർക്കാം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, കൺവേർട്ട് ഫ്രേസസ് ഇൻ ടു സിംഗിൾ വേർഡ്സ്. ഫ്രേസസിനെ സിംഗിൾ വേർഡ്സ് ആക്കി മാറ്റാം. ഓക്കെ, സോ അങ്ങനെ പഞ്ച്വൽ ആക്കാം. അല്ലെങ്കിൽ അടുത്ത സെൻറ്റൻസ് നോക്കുക, ദ എംപ്ലോയി വിത്ത് അംബീഷൻ. എന്താണ്? ദ അംബീഷ്യസ് എംപ്ലോയി എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, സോ അങ്ങനെ മാറ്റി എഴുതാമെന്നാണ് പറയുന്നത്. നൗ ദ തേർഡ് സ്റ്റെപ്പ്, കൺവേർട്ട് മോഡിഫയിങ് ക്ലോസസ് ഇൻ ടു ഫ്രേസസ് ഓർ സിംഗിൾ വേർഡ്സ്. നമ്മൾ ഒരുപാട് മോഡിഫയിങ് ക്ലോസസോ ഫ്രേസസോ ഒക്കെ ഉപയോഗിക്കും. അതിനെന്താക്കി മാറ്റുക? മോഡിഫയിങ് ക്ലോസസ് ഉപയോഗിക്കും, അതിനെന്താക്കി മാറ്റുക? ഫ്രേസസോ സിംഗിൾ വേർഡ്സോ ആക്കി മാറ്റുക. ക്ലോസസ് എന്താ? ക്ലോസസിൻ്റെ പ്രത്യേകതയും ഫ്രേസസിൻ്റെ പ്രത്യേകതയും എന്താ? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്രേസ് ആൻഡ് ക്ലോസ്? എന്താ ഡിഫറൻസ്? ക്ലോസ് എന്ന് പറയുന്നതിൽ കംപ്ലീറ്റ് മീനിങ് അതിലുണ്ടാവും. ഫ്രേസ് എന്താണ്? നമ്മളത് വായിച്ചാൽ അത്ര മനസ്സിലാവില്ല, കറക്റ്റ് മീനിങ് അവിടെ ഉണ്ടാവില്ല. ഇപ്പം നേരത്തെ ഹീസ് നെവർ ലേറ്റിൽ നെവർ ലേറ്റ് മാത്രമാണ് നമ്മളുടെ ഫ്രേസ്. ഈ നെവർ ലേറ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മനസ്സിലാവുമോ? ഹീസ് നെവർ ലേറ്റ് എന്ന് പറഞ്ഞാൽ മാത്രമാണ് കറക്റ്റ് മീനിങ് നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് മാറ്റേണ്ടത് ക്ലോസസ് ആണ്. അപ്പോൾ ഫുൾ മീനിങ് ഉള്ള ഒരു ക്ലോസസിനെ എടുത്ത് മാറ്റി അവിടെ ഒരു വേർഡോ ഫ്രേസോ ആഡ് ചെയ്തിട്ട് നമുക്ക് മാറ്റാമെന്നാണ് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ എങ്ങനെയാണെന്ന് നോക്കാം. എങ്ങനെയാ? The report which was released recently. The report which was released recently. ഇത് എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു റിപ്പോർട്ട്, വളരെ റീസെൻ്റ് ആയിട്ട് റിലീസ് ചെയ്ത റിപ്പോർട്ട്, ഇതാണ്. അതിൽ ഫുൾ മീനിങ് അതിലുണ്ട്. ഇതിനെ നമ്മൾ ഫ്രേസ് ആക്കി മാറ്റുകയാണ്, ദ റീസെൻ്റ്ലി റിലീസ്ഡ് റിപ്പോർട്ട്. അങ്ങനെ എഴുതാം. അതുപോലെ ഓൾ അപ്ലിക്കൻസ് ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദ ജോബ് മസ്റ്റ്. ഇങ്ങനൊരു ക്ലോസ് ആണ്. ഇതിനെടുത്ത് മാറ്റിയിട്ട് എന്താക്കാം? ഓൾ ജോബ് അപ്ലിക്കൻസ് എന്നാക്കാം. സോ ഇങ്ങനെ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ക്ലോസിനെ മാറ്റി അവിടെ എന്താക്കി മാറ്റാം? ഫ്രേസസോ സിംഗിൾ വേർഡ്സോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. സോ ദീസ് ആർ ദ 3 ടെക്നിക്സ്. ഇനി എന്താ നെക്സ്റ്റ് വരുന്നത്? ഐഡൻറ്റിഫൈങ് ദ ടോപ്പിക് സെൻറ്റൻസ്. ഇപ്പം നിങ്ങളൊരു വലിയ പാസേജ് വായിക്കുകയാണ്, ആ പാസേജിൽ ടോപ്പിക് സെൻറ്റൻസ് മനസ്സിലാക്കണം. ടോപ്പിക് സെൻറ്റൻസ് ആയിരിക്കും സെൻട്രൽ തീം, ഇമ്പോർട്ടൻറ്റ് തീം എന്ന് നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ടോപ്പിക് സെൻറ്റൻസിനെ മനസ്സിലാക്കിയാലാണ് അതിനുള്ള സപ്പോർട്ടിംഗ് പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, so a paragraph is a group of sentences related to a particular topic or a central theme. അല്ലേ, ഒരു സെൻട്രൽ തീമിനോ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ടോപ്പിക്കിനോ റിലേറ്റഡ് ആയ ഒരുപാട് സെൻറ്റൻസ് ഉള്ള ഒന്നാണ് ഒരു പാരഗ്രാഫ്. എവരി പാരഗ്രാഫ് ഹാസ് എ കീ കോൺസെപ്റ്റ് ഓർ മെയിൻ ഐഡിയ. എല്ലാ പാരഗ്രാഫിലും ഒരു കീ കോൺസെപ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു മെയിൻ ഐഡിയ ഉണ്ട്. ദ മെയിൻ ഐഡിയ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പീസ് ഓഫ് ഇൻഫർമേഷൻ ദ ഓതർ വാണ്ട്സ് യു ടു നോ അബൌട്ട് ദ പാരഗ്രാഫ്. അല്ലേ, ആ പാരഗ്രാഫിൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട എന്ന് വെച്ചാൽ റീഡർ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട പോയിന്റ് ആയിരിക്കും മെയിൻ പോയിന്റ്. എ റൈറ്റർ വിൽ സ്റ്റേറ്റ് ഹിസ് ഓർ ഹെർ മെയിൻ ഐഡിയ എക്സ്പ്ലിസിറ്റ്ലി somewhere in the paragraph. അല്ല, പാരഗ്രാഫ് വെച്ച് എവിടെയെങ്കിലുമൊക്കെ നല്ല ഓപ്പൺ ആയിട്ട് എക്സ്പ്ലിസിറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടാവും. ദ മെയിൻ ഐഡിയ മേ ബി സ്റ്റേറ്റഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ പാരഗ്രാഫ്, മിഡിൽ ഓഫ് ദ പാരഗ്രാഫ് ആൻഡ് ദ എൻഡ് ഓഫ് ദ പാരഗ്രാഫ്. എവിടെ വേണമെങ്കിലും എഴുതാം, ബിഗിനിങ്ങിൽ എഴുതാം, മിഡിൽ എഴുതാം, എൻഡിൽ എഴുതാം. ദ സെൻറ്റൻസ് ഇൻ വിച്ച് ദ മെയിൻ ഐഡിയ ഇസ് സ്റ്റേറ്റഡ് ഈസ് ദ ടോപ്പിക് സെൻറ്റൻസ് ഓഫ് ദ പാരഗ്രാഫ്. സോ ഏത് സെൻറ്റൻസിലാണോ മെയിൻ ഐഡിയ സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത് അതാണ് ടോപ്പിക് സെൻറ്റൻസ് ആയിട്ട് കണക്കാക്കുന്നത്. അതിന് എക്സാമ്പിൾ നമുക്ക് ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് നോക്കാം. ഓക്കെ, പേജ് നമ്പർ 59 ടോപ്പിൽ നിങ്ങൾക്ക് പാസേജ് കാണാം, അതൊന്ന് വായിച്ചു നോക്കാം. For many years, people have wished they could fly through the air like birds. Skydivers have found a way to fly without a machine. They jump from an airplane and fall at the rate of 120 miles an hour. The fall is so smooth that they don't feel like they are moving at all. When they pull the ripcord on their parachute, they float the rest of the way to the ground. So ഈ ഒരു പാരഗ്രാഫിൽ എന്താ പറയുന്നത്? ഒരുപാട് കാലങ്ങളായിട്ട് മനുഷ്യർ എന്താണ്, ആകാശത്തിലൂടെ ഒരു പക്ഷിയെ പോലെ പറക്കണമെന്ന് ആഗ്രഹിച്ചവരാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്കൈ ഡൈവേഴ്സ് എന്താണ്, മെഷീൻസ് ഇല്ലാതെ പറക്കാനുള്ള ഒരു വഴി കണ്ടുപിടിച്ചത്. എന്താണ് അവർ ചെയ്യുന്നത്?
എന്താ എയറോപ്ലെയിനിൽ നിന്ന് ജമ്പ് ചെയ്യുന്നു, ഏകദേശം 120 മൈൽസ് ഒരു അവറിൽ 120 മൈൽസ് താഴേക്ക് വരുന്നു. വളരെ സ്മൂത്തായ ഫോളിംഗ് ആണ്, വീഴ്ചയാണ്. അവർ ഈവൻ മൂവ് ചെയ്യുന്ന പോലെ അവർക്ക് തോന്നില്ല. താഴെ അവർ പാരച്യൂട്ട് വന്ന് ഗ്രൗണ്ടിൽ എത്തുന്നു. സോ ഇതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിലെ ടോപ്പിക് സെൻറ്റൻസ് എന്താണ്? വിച്ച് ഈസ് എ ടോപ്പിക് സെൻറ്റൻസ് ഓഫ് ദിസ് പാരഗ്രാഫ്? ഇവിടെ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ഡെഫിനറ്റ്ലി എന്തിനെക്കുറിച്ചാണ്? സ്കൈ ഡൈവേഴ്സ് ഹാവ് ഫൗണ്ട് എ വേ ടു ഫ്ലൈ വിത്തൗട്ട് എ മെഷീൻ. അതാണ് അതിൻ്റെ ടോപ്പിക് സെൻറ്റൻസ്. അതിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ബാക്കിയുള്ള എല്ലാ സെൻറ്റൻസുകളും, അല്ലേ? എന്താണ് സ്കൈ ഡൈവേഴ്സ് കണ്ടുപിടിച്ച ആ ഒരു പറക്കുന്ന രീതിയെക്കുറിച്ചാണ് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. സോ വിച്ച് ഈസ് ദ ടോപ്പിക് സെൻറ്റൻസ്? Sky divers have found a way to fly without a machine. So that's a topic sentence. ഇങ്ങനെ നിങ്ങൾ കണ്ടുപിടിക്കണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പാസേജ് അതിൻ്റെ അടിയിൽ തന്നെ ഉണ്ട്, അതും കൂടി ഒന്ന് വായിക്കാം, എന്നാലായിരിക്കും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാം. Today, boys try to prove they are men in many different ways. Long ago, it was not hard for some boys to know they had become men. American Indians had ceremonies and tests for boys to prove they were men. In one tribe, boys were given drugs which made them see vision of the gods. Having a vision was the first step towards being a man. In another tribe, boys had to prove that they could stand pain. They had to lie still on ground, covered with ants, and let the ants bite them again and again. Oh, it's ridiculous. When the Indian boys had been through these ceremonies and tests, they knew they were men. അപ്പോൾ എന്താണ്? ടുഡേ ആൺകുട്ടികൾ എന്താണ്? ആണുങ്ങളാണെന്ന് പ്രൂവ് ചെയ്യാൻ പല വഴിയിലൂടെ കഷ്ടപ്പെടുന്നുണ്ട്. ഏർലി ടൈംസിൻ്റെ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു, പക്ഷേ ഇന്ന് അത് പ്രൂവ് ചെയ്യാൻ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ടെന്നാണ് പറയുന്നത്. അമേരിക്കൻ ഇന്ത്യൻസിൻ്റെ ഇടയിൽ ഒരുപാട് സെറിമണീസും ടെസ്റ്റും ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ ഒരു ട്രൈബിൻ്റെ ടെസ്റ്റാണ് എന്താണ്? അവരോട് ഒരു ഡ്രഗ് കുടിച്ചിട്ട് ഒരു വിഷൻ എന്ന് വെച്ചാൽ അവർ വിഷനിലൂടെ ദൈവത്തെ കാണുമ്പോൾ മാത്രമാണ് എന്താവുന്നത്, അവർ ആണുങ്ങളാകുന്നത് എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ട്രൈബിൽ എന്താണ്? പെയിൻ എൻജോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് നോക്കുക. എന്താണ്? ആൻസിനെ കൊണ്ട് മൾട്ടിപ്പിൾ ടൈംസ് കടിപ്പിക്കുക. അങ്ങനെ പെയിൻ എൻജോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അവർ ആണുങ്ങളാണ്. സോ ഇങ്ങനെയാണ് ഈ ഒരു പാസേജ് തന്നിട്ടുള്ളത്. ഇതിൻ്റെ ടോപ്പിക് സെൻറ്റൻസ് എന്താണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? Today, boys try to prove they are men in different ways. That's the topic sentence. ഒന്നും ചിന്തിക്കാനില്ല, ബാക്കിയെല്ലാം എങ്ങനെയൊക്കെയാണ് വഴികൾ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് മെയിൻ സെൻറ്റൻസ് എന്താണ്? ആൺകുട്ടികൾ ആണാണെന്ന് തെളിയിക്കാൻ പല വഴികൾ സ്വീകരിക്കുന്നു. അതിലെ ബാക്കിയുള്ള കാര്യങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ളതും അതിൻ്റെ ഇലുസ്ട്രേഷൻസുമാണ്, എക്സാമ്പിൾസാണ്, അല്ലേ? അപ്പോൾ ഏതാണ് ടോപ്പിക് സെൻറ്റൻസ് എന്ന് മനസ്സിലായില്ലേ? സോ ഇങ്ങനെ വേണം നിങ്ങൾ ടോപ്പിക് സെൻറ്റൻസുകൾ കണ്ട് പിടിക്കാൻ. ഓക്കെ, നൗ നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ഐഡൻറ്റിഫൈയിങ് ദ കീ ഐഡിയാസ്. ഒരു വലിയ പാസേജിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഐഡിയാസ് കണ്ടുപിടിക്കുക, അതൊരു മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടാസ്ക്കാണ്. എന്ന് വെച്ചാൽ ഏതൊരു റൈറ്റിംഗ് ആണെങ്കിലും കുറച്ച് കീ ഐഡിയാസിൽ നിന്നായിരിക്കും ഒരു റൈറ്റിംഗ് ഉണ്ടായിട്ടുണ്ടാവുക. However, if all a writer did was put this forward briefly and concise. വളരെ ചെറുതായിട്ട് ബ്രീഫായിട്ടാണ് തന്നതെങ്കിലും ഒരുപാട് ഐഡിയാസ് അതിൽ ഉണ്ടാവും. Consequently, writers tend to explain, extend, flesh out what they think and say by including examples, evidence that lead the reader through the piece to make it more understandable. അല്ലേ? ഇപ്പോൾ ഒരു റീഡേഴ്സിൻ്റെ ഇടയിലേക്ക് എന്താണ് ഒരു ഐഡിയ കൊണ്ടുവയ്ക്കുന്നു, ആ ഐഡിയനെ സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസ്, എക്സാമ്പിൾസ് ഒക്കെ ആയിരിക്കും ഒരു റൈറ്റർ നമുക്ക് മുന്നിൽ വെച്ചിട്ടുണ്ടാവുക. നമ്മുടെ ജോലി എന്താണ്? ഈ കീ ഐഡിയാസിനെ ഗ്രാസ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു ഐറ്റംസ് ഓഫ് ഇൻഫോർമേഷനെ ഗ്രാസ്പ് ചെയ്യുക, അതുപോലെ ടെസ്റ്റിലെ എസെൻഷ്യൽ പോയിന്റ്സിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു റീഡറുടെ ഡ്യൂട്ടി. വൺ യൂസ്ഫുൾ ടെക്നിക് ടു ഹെൽപ്പ് യു ഡു ദിസ് എഫക്റ്റീവ്ലി ഈസ് ഫോർ യു ടു ഹൈലൈറ്റ് ദ കീ ഐഡിയാസ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഐഡിയാസ് എങ്ങനെ നമ്മൾ മനസ്സിലാക്കും, അതിൻ്റെ ഒരു ടെക്നിക്കാണ് ഹൈലൈറ്റ് ചെയ്യുക. നമ്മൾ വായിക്കുമ്പോൾ തന്നെ ഹൈലൈറ്റ് ചെയ്ത് പോവാം. ഇങ്ങനെ കീ ഐഡിയാസിനെ അണ്ടർലൈൻ ചെയ്യുമ്പോൾ എന്താണ്, നിങ്ങളുടെ റീഡിങ്ങിന് ഒരു ഫോക്കസ് കിട്ടും. ഏത് ഐഡിയാസിലേക്കാണെന്നുള്ളത് ഫോക്കസ് കിട്ടും. വെൻ യു ആർ സെലക്ടിങ് ഐഡിയാസ് ഫ്രം എ പാസേജ്, ആസ്ക് യുവർ സെൽഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ എങ്ങനെയാണ്, ഇതാണോ കീ ഐഡിയ എന്ന് മനസ്സിലാക്കുക? കീ ഐഡിയാസ് വായിക്കുമ്പോൾ സ്വയം ക്വസ്റ്റ്യൻസ് കുറച്ച് ചോദിക്കുക. എന്ന് വെച്ചാൽ ഓരോ സെൻറ്റൻസ് വായിക്കുമ്പോഴും കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളിൽ ചോദിക്കുക. 1. If these ideas were omitted, would the fundamental meaning of the passage be changed? ഒരു ഐഡിയ, ഇപ്പോൾ ഒരു പാരഗ്രാഫ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്,
ഒരു സെൻറ്റൻസ് എടുത്ത് കളഞ്ഞാൽ എന്താണ് ആ പാരാഗ്രാഫിൻ്റെ മൊത്തം മീനിങ്ങും ചേഞ്ച് ആവുമോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ എന്താണ് അത് കീ ഐഡിയ ആണെന്നാണ് അർത്ഥം. When you are selecting the ideas from a passage, ask yourself the following questions. Newspaper headlines are the best précis that we see around us. അതെ, എന്താണ് മെയിൻ ഐഡിയാസ് കാണിക്കുന്നത് ന്യൂസ് പേപ്പറിലാണ് അല്ലേ. ന്യൂസ് പേപ്പറിൻ്റെ ഹെഡിങ് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ബാക്കി എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ളത് എന്ന്. അതിനൊരു എക്സാമ്പിളാണ് നെക്സ്റ്റ് തന്നിട്ടുള്ളത്. ഒരു ന്യൂസ് പേപ്പർ ആർട്ടിക്കിളാണ് നെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് അതിൻ്റെ മെയിൻ ഐഡിയ, കീ ഐഡിയ നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, I will read out the newspaper article എന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ന്യൂയോർക്ക്, May 31. A big cocktail dress worn by Audrey Hepburn in Breakfast at Tiffany's was auctioned for some kind of euro is there, 143,000 euro. Just check it out. More than 6 times its estimated value. The sleeveless dress worn for the scene in which Holly Golightly discovers her brother has died, sold Wednesday to a private European buyer at Christie's sale of film and entertainment memorabilia. The auction house said it had expected the dress to sell for up to $30,000, 22,000 euro. The sale was filled with iconic pieces, said Helen Hall, Christie's head of entertainment memorabilia. It captured people's imagination. Hall said the auction house was pleased with the result of the sale, which brought in $1.2 million, 89,000 euro. ഓക്കെ, ഇതാണ് ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ. ഇതിൽ നിന്ന് എങ്ങനെ കീ ഐഡിയ കണ്ടുപിടിക്കുമെന്നാണ് പറയുന്നത്. ഡെഫിനറ്റ്ലി അത് എന്തിനെ കുറിച്ചാണ്? ഓഡ്രി ഹെപ്ബേൺ ധരിച്ച എന്ന് വെച്ചാൽ അവരുടെ ഫിലിംസിൽ ധരിച്ച ഒരു ഡ്രസ്സിൻ്റെ ഓപ്ഷനാണ് നടക്കുന്നത്. എന്ന് വെച്ചാൽ ആ ഡ്രസ്സിനെ എങ്ങനെയൊക്കെ സെയിൽ ചെയ്യുന്നു, ഏതൊക്കെ എമൗണ്ടിനെ സെയിൽ ചെയ്യുന്നു, അതുപോലെ ഹ്യൂജ് പ്രൈസ് എന്ന് വെച്ചാൽ ലാസ്റ്റ് അത് വിൽക്കുമ്പോൾ ഉണ്ടായിരുന്ന ഹ്യൂജ് പ്രൈസിനെ കുറിച്ചാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ആരാണത് വാങ്ങിച്ചത്, അതുപോലെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആവുന്നത് എന്നതിനെ കുറിച്ചാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കീ ഐഡിയ ഏതായിരിക്കും? ഒരു കീ ഹെഡിങ് എന്ന് വെച്ചാൽ ഈ ഒരു പാരാഗ്രാഫ് വായിച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു ന്യൂസ് ആർട്ടിക്കിൾ വായിച്ചിട്ട് ഇതിനൊരു ഹെഡിങ് ആയിട്ട് നിങ്ങൾ എന്ത് കൊടുക്കും എന്നുള്ളതിൻ്റെ എക്സാമ്പിൾസ് ആണ് എവിടെ കൊടുത്തിരിക്കുന്നത്? റൈറ്റ് സൈഡിൽ കോളത്തിൽ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാനുണ്ടോ? പേജ് നമ്പർ 61 റൈറ്റ് സൈഡിൽ കാണാം. അപ്പോൾ അതിൽ 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് ഹെഡ്ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്താണ്? ഓഡ്രി ഹെപ്ബേൺസ് ഡ്രസ് ബോട്ട് ബൈ എ യൂറോപ്യൻ ബയർ. സെക്കൻഡ് വൺ, ഡ്രസ് വേൺ ബൈ ഓഡ്രി ഹെപ്ബേൺ ഓപ്ഷൻഡ് ഫോർ $192,000. എ പ്രൈവറ്റ് യൂറോപ്യൻ ബയർ പേസ് $192,000 for a dress. The dress Audrey Hepburn wore in breakfast at Tiffany's. ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹെഡ്ലൈൻ? സെക്കൻഡ് വൺ അല്ലേ. സെക്കൻഡ് വൺ എന്താണ്? ഡ്രസ് വേൺ ബൈ ഓഡ്രി ഹെപ്ബേൺ ഓപ്ഷൻഡ് ഫോർ $192,000 അല്ലേ. അതായിരിക്കും കറക്റ്റ് ആയിട്ട് വരിക. സോ ദാറ്റ്സ് എ മെയിൻ ഐഡിയ ഓഫ് ദ ഓവറോൾ ന്യൂസ്. അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം മൊത്തം ന്യൂസ് വായിച്ചിട്ട് അതിൻ്റെ മെയിൻ ഐഡിയ എഴുതാൻ പറ്റണം. ഗോട്ട് ഇറ്റ്? നൗ ദ തേർഡ് സ്റ്റെപ്പ് അല്ലെങ്കിൽ അടുത്ത ടെക്നിക്ക് എന്താ? ഐഡൻറ്റിഫൈങ് ദ മെയിൻ ക്ലെയിം ആൻഡ് സപ്പോർട്ടിങ് ആർഗ്യുമെൻറ്റ്സ്. ഇപ്പോൾ നമ്മളൊരു പാരഗ്രാഫ് വായിക്കുമ്പോൾ അതിലൊരു മെയിൻ ഐഡിയ പറഞ്ഞിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആർഗ്യുമെൻറ്റ്സ് പറഞ്ഞിട്ടുണ്ടാവും. അത് കണ്ടുപിടിക്കാൻ സാധിക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ ആ ടെക്സ്റ്റിൻ്റെ സെൻട്രൽ തീം അല്ലെങ്കിൽ സെൻട്രൽ തീസിസ് നിങ്ങൾ കണ്ടുപിടിക്കണം. ആ സെൻട്രൽ തീസിസ് കണ്ടുപിടിച്ചതിന് ശേഷം ആ ഒരു ക്ലെയിമിനെ കറക്റ്റായിട്ട് സ്റ്റേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. യു ഷുഡ് സ്കിം ത്രൂ ഈച്ച് ടെക്സ്റ്റ് ബിഫോർ റീഡിങ് ഇറ്റ്. ടെക്സ്റ്റ് വായിക്കുന്നതിന് മുമ്പ് ഒന്ന് സ്കിം ചെയ്ത് പോകണം. എന്നിട്ട് സ്കിം ചെയ്തതിന് ശേഷം സെൻട്രൽ തീസിസ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. ദെൻ യു വിൽ ഏബിൾ ടു ഗോ ഓൺ ടു ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. അതിനുശേഷം അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുക. നെക്സ്റ്റ് തിങ് എന്താണെന്ന് വെച്ചാൽ ആ ഒരു സെൻട്രൽ തീമിനെ ബേസ് ചെയ്തിട്ട് അദ്ദേഹം കൊണ്ടുവന്ന സ്പെസിഫിക് ആർഗ്യുമെൻറ്റ്സ് ഏതൊക്കെയാണ് എന്ന് വെച്ചാൽ, ഇപ്പോൾ ചിലർ സോഷ്യൽ മീഡിയയെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു ആർട്ടിക്കിൾ വായിക്കാമെന്ന് വിചാരിക്കുക. സോ ഓതർ പറയാണ്, ഓതറിൻ്റെ അപ്പോൾ സെൻട്രൽ തീം എന്തായിരിക്കും? സോഷ്യൽ മീഡിയ ഈസ് വെരി ബൂൺ
ഇറ്റ്സ് എ ബൂൺ ഫോർ ദ സൊസൈറ്റി എന്നുള്ള രീതിയിലായിരിക്കും ആർഗ്യുമെന്റ് വരുന്നത്. എന്തുകൊണ്ട് എന്നുള്ളതാണ് സപ്പോർട്ടീവ് ആർഗ്യുമെന്റ്സ്. ഓക്കെ, ഇന്ന കാരണം കൊണ്ട്, അത് ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇത് നല്ലതാണ് സൊസൈറ്റിക്ക്. സോ ആ ഒരു സപ്പോർട്ടിങ് ആർഗ്യുമെന്റ്സ് നിങ്ങൾ കണ്ടുപിടിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾ ആയിട്ട് ഒരു പാസേജ് തന്നിട്ടുണ്ട്. ആ പാസേജ് നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ സപ്പോർട്ടീവ് ആർഗ്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, the government should provide more financial assistance to parents who use child care. The child care centers may assist children in their early development. They give children an opportunity to mix with other children and to develop social skills at an early age. A wide range of learning occurs in child care centers. Parents and children need to spend some time apart. Children become less dependent on their parents, and parents themselves are less stressed and more effective caregivers when there are periods of separation. Recent studies indicate that the parent-child relationship can be improved by use of high-quality child care facilities. Parents who cannot go to work because they don't have access to child care facility cannot contribute to the national economy. They are not able to utilize their productive skills and do not pay tax. Government support for child care services assist individual families and is important for the economic prosperity. So ഇവിടെ മെയിൻ ഐഡിയ എന്താണ്? മെയിൻ ഐഡിയ ഇത്രയേ ഉള്ളൂ. The government should provide more financial assistance to parents who use ചൈൽഡ് കെയർ യൂസ് ചെയ്യുന്ന പാരൻസിന് കൂടുതൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആര് കൊടുക്കണം? ഗവൺമെൻറ് കൊടുക്കണം എന്നുള്ളതാണ് മെയിൻ ഐഡിയ. ഇതിനവർ മുന്നോട്ട് വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ ആ റൈറ്റർ മുന്നോട്ട് വെച്ചിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്ക്. എന്താണ്? ദേ ഗീവ് ചിൽഡ്രൻ എ ഓപ്പർച്യൂണിറ്റി ടു മിക്സ് വിത്ത് അതർ ചിൽഡ്രൻ. ചൈൽഡ് കെയറിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ് കുട്ടികൾക്ക്. സോഷ്യൽ സ്കില്ലുണ്ടാവാൻ അത് നല്ലതാണ് എന്നുള്ളതാണ് ആദ്യത്തെ ആർഗ്യുമെൻറ്റ്. രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് എന്താണ്? ചിൽഡ്രൻ ബിക്കം ലെസ് ഇൻഡിപെൻഡൻറ്റ്, അല്ലേ? പാരൻസിനോട് ലെസ് ഡിപ്പെൻഡൻ്റ് ആയിരിക്കും, അതുപോലെ പാരൻസും ലെസ് സ്ട്രെസ്ഡ് ആയിരിക്കും. രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് കിട്ടിയില്ലേ? തേർഡ് വൺ, പാരൻസ് ഇങ്ങനെ വർക്കിന് പോവാതെ ചൈൽഡ് കെയർ ഫെസിലിറ്റീസിനെ കുറിച്ച് അറിയാത്തവരാണെങ്കിൽ അവർ നാഷണൽ എക്കോണമിക്ക് ഒരു കോൺട്രിബ്യൂഷനും തരുന്നില്ല. സോ ഇറ്റ്സ് നെസസറി ടു മേക്ക് ദീസ് കൈൻഡ് ഓഫ് അവയർനെസ് എമംഗ് പാരൻസ്. ഇങ്ങനെയുള്ള ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് കൊടുത്തത് നിങ്ങൾക്ക് കാണാം. സോ മെയിൻ ഐഡിയയും ആർഗ്യുമെൻറ്റ്സും ഇങ്ങനെ കണ്ടുപിടിക്കണമെന്നാണ് പറയുന്നത്. ഗോട്ട് ഇറ്റ്? സോ ഇത്രയും സ്റ്റെപ്സ് അല്ലെങ്കിൽ ഇത്രയും ടെക്നിക്സ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു രീതിക്ക് സമ്മറി ഉണ്ടാക്കാൻ സാധിക്കും. നെക്സ്റ്റ് ടോപ്പിക്ക് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ടെക്നിക്സ് ഓഫ് സമ്മറൈസിങ് ആണ്. സമ്മറൈസ് ചെയ്യാനുള്ള ടെക്നിക്ക്. നിങ്ങൾക്ക് ഒരു പാരാഗ്രാഫ് അല്ലെങ്കിൽ ഒരു പാസേജ് തന്നിട്ട് അതിനെ സമ്മറൈസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം, എന്നിട്ട് അത് സമ്മറൈസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കൊരു ഓവറോൾ ഐഡിയ കിട്ടും. അപ്പോൾ പാരഗ്രാഫ് കിട്ടുമ്പോൾ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? മെയിൻ പോയിന്റ് കണ്ടുപിടിച്ച് വളരെ ഓർഡറായിട്ട് ഓർഗനൈസ് ചെയ്ത് അറേഞ്ച് ചെയ്ത് സമ്മറൈസ് ചെയ്യണം. ആവശ്യമില്ലാത്ത വാക്കുകൾ കട്ട് ചെയ്ത് കളയണം, ഒക്കെ നിങ്ങൾക്ക് ചെയ്യണം. ഓക്കെ ഷവി? ഓക്കെ, പാസേജ് ഇതാണ്. എർത്ത് വേംസ് ബാക്ക് ഇൻ ദ ഗാർഡൻ. Earthworms are the answer for every garden problem. According to Harold John Weigel, they can increase crop production, turn and freshen soil, and produce faster growth. Simply take care of the earthworms and the earthworms will take care of the garden. Weigel is extremely enthusiastic about earthworms. They are tremendous creatures, the intestine of the earth, Weigel says, quoting Charles Darwin. So, ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സമ്മറൈസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഒരു പാസേജ് തന്നാൽ അതിൻ്റെ പ്രസി എന്നുവെച്ചാൽ അത്രയും ഷോർട്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ഇവിടെ ടോട്ടൽ 5 പാരഗ്രാഫ് തന്നിട്ടുണ്ട്, അല്ലേ? 5 പാരഗ്രാഫ് തന്നിട്ടുണ്ട്. 5 പാരഗ്രാഫിന് ഷോർട്ടാക്കുമ്പോൾ എന്ത് ചെയ്യണം? ഈ ഓരോ പാസേജിലും അല്ലെങ്കിൽ ഓരോ പാരാഗ്രാഫിലും തന്നിട്ടുള്ള മെയിൻ പോയിന്റ് നിങ്ങൾ കണ്ടുപിടിക്കണം. സോ ഹിയർ നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫ് വായിച്ചു. എർത്ത് വേംസ് ആർ ദ ആൻസർ ഫോർ എവരി ഗാർഡൻ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വായിച്ചു. അപ്പോൾ പാരഗ്രാഫ് 1ൻ്റെ മെയിൻ പോയിന്റ് എന്താണെന്നാണ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് വായിച്ചേ. ഓക്കെ, ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക, വായിക്കാം. ഓക്കെ, നിങ്ങൾ വായിച്ചു എന്ന് കരുതുന്നു. അപ്പോൾ പാരഗ്രാഫ് 1ലെ എന്താണ് മെയിൻ പോയിന്റ് ആയിട്ട് വരുന്നത്? നമുക്ക് എന്ത് ചെയ്യണം? ആവശ്യമില്ലാത്ത വാക്കുകളെ എടുത്ത് കളയണം, എന്നിട്ട് അതിനെ ഷോർട്ടാക്കണം. പറ, എന്തായിരിക്കും?
Okay, we can, I will tell you. Earthworms are the answer for every garden problem. They can increase crop production, turn and freshen soil and produce faster growth. അപ്പോൾ ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളും കളഞ്ഞിട്ട് ഇത്രയും കാര്യങ്ങളാണ് അതിൽ മെയിനായിട്ട് പറയുന്നുള്ളൂ. ഇനി നമുക്ക് സെക്കൻഡ് പാരഗ്രാഫ് വായിക്കാം. Weigel is so excited about the benefits of worms that he is writing a book about them. He gardens using thousands of earthworms. He has persuaded his wife to put worms in her houseplant pots. He even suggests eating worms which he claims are 70% protein. He has dreams of armies of earthworms helping to replace topsoil in the country. It is a fact. He says that topsoil is disappearing every year through erosion. Wind and water carry away the soil and nature needs centuries to replace it. സോ ഇതിൽ എന്താണ് അദ്ദേഹം ഒരു ബുക്ക് എഴുതാൻ പോവുകയാണ്. അതുപോലെ തന്നെ എന്താണ് എർത്ത് വേംസ് അദ്ദേഹം വളർത്താൻ പറയുന്ന ഒരു ആർമി തന്നെ ഉണ്ടാക്കാൻ പോവുകയാണ്. എന്തിന്? സോയിലിൻ്റെ ആ ടോപ്പ് സോയിലിനെ നല്ല ഫലപുഷ്ടി ഉള്ളതാക്കാൻ ഒരു ആർമി തന്നെ ഉണ്ടാക്കണം എന്നൊക്കെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. സോ ഇതിൻ്റെ മെയിൻ പോയിന്റ് എങ്ങനെ നിങ്ങൾക്ക് സമ്മറൈസ് ചെയ്യാം? എർത്ത് വേംസ് ഇറ്റ് ഈസ് ക്ലെയിംഡ് ആർ 70% പ്രോട്ടീൻ. ദേ ക്യാൻ ബി ഈറ്റൺ. കഴിക്കാം എന്നാണ് പറയുന്നത്. അതാണല്ലോ നമ്മളോട് ആദ്യം പറയുന്നത്. 70% എന്താണ് പ്രോട്ടീൻ ഉണ്ട്, കഴിക്കാൻ പറ്റുന്നതാണ്. ദേ ക്യാൻ റീപ്ലേസ് ടോപ്പ് സോയിൽ വിച്ച് ഇസ് ഡിസപ്പിയറിങ് എവറി ഇയർ ത്രൂ ഇറോഷൻ. അല്ലെ, ഇറോഷനിലൂടെ പോകുന്ന ആ സോയിലിനെ റീപ്ലേസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്? എർത്ത് വേമിനുണ്ട്. ഇതാണ് അതിലുള്ള മെയിൻ ഐഡിയ. Third one, within 1 year, 1,000 earthworms and their descendants can change approximately 1 ton of organic matter into one of the highest yield growing materials known according to Weigel. Worms eat organic material and produce what is known as worm castings. If 1,000 pounds of earthworms are working 1 acre of land, every 24 hours they will produce 1,000 pounds of castings that function as high-grade topsoil. Weigel said, they produce the same amount of topsoil in one day that nature could produce in 700 years through decomposition and erosive forces such as wind and rain. അപ്പോൾ എന്താണ് earthworms എന്താണ്? കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതെന്താണ്? ടോപ്പ് സോയിലിനെ മൊത്തത്തിൽ മാറ്റിയെടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. 700 വർഷത്തോളം ഡീകമ്പോസിങ്ങിലൂടെയും ഇറോസീവ് ഫോഴ്സസിലൂടെയും ഒക്കെ മാറ്റുന്ന നേച്ചറിന് പറ്റാത്ത ഒരു കാര്യമാണ് ഒരു ദിവസം കൊണ്ട് എർത്ത് ചെയ്യുന്നത് എന്നൊക്കെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനെ നമ്മൾ ഷോർട്ടാക്കാണ്. എന്താണ്? വിത്തിൻ 1 year 1,000 earthworms and their descendants can change approximately 1 ton of organic matter into one of the highest yield growing material known. They produce the same amount of topsoil in one day that nature could produce in 700 years through decomposition and erosive forces എന്നാക്കി നമുക്ക് മാറ്റാം. Next one, planting gardens in worm casting offers plants more than just all the necessary nutrients. For example, casting are very porous and water flows easily through them. They are very absorbent, being able to hold water easily. In addition, worms tend to be happiest around the roots of the plants. Water can then flow directly to roots through the worm channels. The worm channels also give air to the plants. Because the worms dig in the soil, they create a planting area of even consistency. Thus, earthworms act as a natural plows. അപ്പോൾ ഇവിടെ ഒറ്റ ലൈനിൽ നമുക്ക് എഴുതാൻ പറ്റും. എന്താണ്? Worms make soil porous, absorbent and even consistency. വേംസ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നാണ് ആ ഒരു 4th പാരഗ്രാഫിൽ പറയുന്നത്. 5th പാരഗ്രാഫിലെ worms offer all these benefits yet they make few demands. They need only moisture, darkness and food from the soil. Weigel gets his information on the benefits of earthworm from books and from the Worm Growers Associations. That little known group, which is active in many states, suggests that commercial farmers reintroduce earthworms in places where they have been killed through the use of synthetic fertilizers and other gardening chemicals. അപ്പോൾ എന്താണ്? എല്ലാ ബെനിഫിറ്റ്സും വേംസ് കൊടുക്കുന്നുണ്ട്. അത് എന്ന് വെച്ചാൽ കുറച്ച് ഡിമാൻഡ്സാണ് അവരാകെ കൊടുക്കുന്നുള്ളൂ. അവർക്ക് ആകെ കൂടി എന്താണ് വേണ്ടത്? കുറച്ച് മോയ്സ്ചറൈസ്ഡ് ആയ പ്ലേസ് ആയിരിക്കണം, ഡാർക്ക്നെസ് ഉണ്ടാവണം, സോയിൽ നിന്ന് ഫുഡ് കിട്ടണം. ഈ ഇൻഫർമേഷനൊക്കെ വീഗലിന് കിട്ടുന്നത് എവിടെ നിന്നാണ്? ബുക്സിൽ നിന്നും അതുപോലെ വേം ഗ്രോവേഴ്സ് അസോസിയേഷനിൽ നിന്നുമാണ്. ഈ ഗ്രൂപ്പ് ഒരുപാട് കാലമായിട്ട് ആക്റ്റീവായിട്ടുള്ളൊരു ഗ്രൂപ്പാണ്. എന്താണ്? ഇവരാണ് ഫാമേഴ്സിൻ്റെ ഇടയിൽ എർത്ത് വേംസിനെ റീഇൻട്രൊഡ്യൂസ് ചെയ്ത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ഒരു പാരാഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത്. അതെങ്ങനെ ഷോർട്ടാക്കും? Worms need only moisture, darkness and food from the soil.
എ വേം ഗോവേഴ്സ് അസോസിയേഷൻ ഈസ് ആക്റ്റീവ് ഇൻ മെനി ഇയേഴ്സ്. അത്രയും വേണ്ടു. ഇത്രയും കാര്യങ്ങളെ നിങ്ങൾക്ക് അത് ഷോർട്ട് ആക്കേണ്ടേ ഉള്ളൂ. ഇനി ഈ ഒരു കാര്യങ്ങളെ നിങ്ങൾക്ക് സമ്മറൈസ്ഡ് വേർഷൻ ആയിട്ട് ഒരു പാരാഗ്രാഫ് ആക്കി ഒരു സമ്മറി എന്ന് വെച്ചാൽ പാരാഗ്രാഫ് വേർഷനിൽ സമ്മറി മാറ്റണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യും? വളരെ ക്ലിയർ ആയിട്ട് ഈ പാരാഗ്രാഫിൽ നിങ്ങൾ ജോയിൻ ചെയ്യിപ്പിച്ച് എഴുതണം. എല്ലാം എന്ന് വെച്ചാൽ ഈ ടോപ്പ് പോയിന്റ്സിനെല്ലാം പാരാഗ്രാഫ് വേർഷനിലേക്ക് മാറ്റി എഴുതണം. അതിന് ചിലപ്പോൾ നിങ്ങൾക്ക് പല വേർഡ്സ് കൂടുതൽ ആഡ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ പലതും എടുത്ത് കളയേണ്ടി വരും. അങ്ങനെ നിങ്ങൾ ഒരു കൺസൈസ് ഫോമിൽ അല്ലെങ്കിൽ ഒരു പ്രിസീവ് ഫോമിൽ എഴുതണം. ദാറ്റ്സ് ഇറ്റ്. അത്രയേ ഉള്ളൂ ഒരു ഇഫക്റ്റീവ് സമ്മറി എന്ന് പറയുന്നത്. സോ വളരെ ഈസി ആയൊരു യൂണിറ്റ് ആണ്. എങ്ങനെയാണ് ഒരു ഇഫക്റ്റീവ് സമ്മറി ഉണ്ടാക്കുക? നമ്മൾ വളരെ ചെറുപ്പം തൊട്ടേ പഠിച്ചു വരുന്നൊരു കാര്യം. ചെറുപ്പം തൊട്ടേ പോം വായിച്ചിട്ട് അതിൻ്റെ സമ്മറി എഴുതിപ്പിച്ചിരുന്നു അല്ലേ? അപ്രീസിയേഷൻ ഓഫ് ദ പോയം എന്ന് പറയുമ്പോൾ അതിൻ്റെ സമ്മറി നമ്മൾക്ക് മനസ്സിലാക്കാതെ അപ്രീസിയേഷൻ എഴുതാൻ പറ്റിയിരുന്നോ? ഇല്ല. സമ്മറിയാണ് നമ്മൾ എപ്പോഴും ഇപ്പോൾ നമ്മളൊരു ടോപ്പിക്ക് പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ സമ്മറൈസ്ഡ് വേർഷൻ ഉണ്ടോ കയ്യിലെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ടീച്ചേഴ്സ് ക്ലാസ് എടുത്തിട്ട് നിങ്ങൾക്കൊരു നോട്ട് തരുന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സിൻ്റെ സമ്മറൈസ്ഡ് വേർഷനാണ് നമ്മൾ ആ നോട്ടിൽ കാണുന്നത് അല്ലേ? സോ സമ്മറി എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഈസി വൺ. അതെങ്ങനെ ഇഫക്റ്റീവായി എഴുതാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിച്ചിട്ടുള്ളത്. സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ ആസ്ക് മീ. ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. താങ്ക് യു.